അപ്പോൾ ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. രോഗങ്ങളും രോഗകാരികളും PSCയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. എല്ലാ ചോദ്യപേപ്പറുകളിലും, ഒരുവിധപ്പെട്ട എല്ലാ ചോദ്യപേപ്പറുകളിലും രോഗങ്ങളും രോഗകാരികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, ഒന്നാമതായിട്ട് പകരുന്ന രീതികളും പരക്കുന്ന രോഗങ്ങളും എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ, ഇത് 5th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കാണ്, അതിനകത്തൊരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം എന്നിവയാണ്. ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം എന്നിവ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം എന്നിവ. ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറ, വയറിളക്കം എന്നിവ. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ കൊതുകു മുഖേനയും സമ്പർക്കം മുഖേന ചെങ്കണ്ണും കുഷ്ഠരോഗവും ഉണ്ടാകുന്നു. ഓക്കെ, സമ്പർക്കം മുഖേന ചെങ്കണ്ണും കുഷ്ഠരോഗവും ഉണ്ടാകുന്നു. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ കൊതുക് മുഖേനയുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ, എളുപ്പമാണല്ലേ? അടുത്ത നോക്കാം. ഈ ഒരു ബോക്സ് നോക്കിക്കേ. സൂപ്പർ ബഗ്. കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയുന്നതിനായി എണ്ണ ഭക്ഷിക്കുന്ന സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആനന്ദ് മോഹൻ ചക്രവർത്തി എന്ന ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഈ ബാക്ടീരിയയെ വികസിപ്പിച്ചത്. ഈ ഒരു ചാപ്റ്ററിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു ബോക്സ് ആണ്. നമുക്ക് ചിലപ്പോൾ ഒരു ചോദ്യമായി ഇത് വന്നേക്കാം കേട്ടോ, അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയ എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ്. ഇവയെ വികസിപ്പിച്ചത് ആനന്ദ് മോഹൻ ചക്രവർത്തിയാണെന്നും അറിഞ്ഞിരിക്കുക. അടുത്തത് എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്. ബാക്ടീരിയ എന്താണ്? ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്. എലിപ്പനി ഒരു ബാക്ടീരിയൽ രോഗമാണ്. ഇവ ശരീരത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെ പെരുകുന്നു. അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ, അതായത് വിഷവസ്തുക്കൾ, കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് എലിപ്പനി ഉണ്ടാകുന്നത്. അപ്പൊ എലിപ്പനി ഒരു ബാക്ടീരിയൽ രോഗമാണ്. ബാക്ടീരിയ എന്നതൊരു പ്രോകാരിയോട്ടാണെന്നും അറിഞ്ഞിരിക്കുക. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? അതാണ് ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. അടുത്തത് ഡിഫ്തീരിയ. ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള് എന്ന അസുഖം. ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന രോഗം ഏതാണ്? അതാണ് ഡിഫ്തീരിയ. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്നതാണ് ഡിഫ്തീരിയ രോഗത്തിന്റെ രോഗകാരി. ഓക്കെ, കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. അപ്പൊ ബാക്ടീരിയൽ രോഗമാണെന്ന് കിട്ടി, അതുപോലെ ഡിഫ്തീരിയ ആണെന്ന് ഈ പേരിൽ നിന്ന് തന്നെ കിട്ടും. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്നതാണ് രോഗകാരി. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കമുണ്ടാക്കുന്നു. ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ 2-3 ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരാവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവ തകരാറിലാകുന്നു. അപ്പൊ ഇങ്ങനെയാണ് ആ രോഗം പടർന്ന് ശരീരത്തെ ബാധിക്കുന്നത്. ടോക്സിനുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ആന്റി ടോക്സിനുകൾ രോഗബാധ ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. ടോക്സിനുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ആന്റി ടോക്സിനുകൾ രോഗബാധ ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. എന്നാൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മരുന്ന് ഉപയോഗിച്ച് രോഗിയെ രക്ഷിക്കാനാവില്ല. അതിനാൽ ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗം വാക്സിൻ സ്വീകരിക്കുക എന്നതാണ്. അപ്പോൾ ഡിഫ്തീരിയ രോഗത്തിനുള്ള ഉചിതമായ പ്രതിരോധ മാർഗം എന്നത് വാക്സിൻ സ്വീകരിക്കുക എന്നതാണ്. ഓക്കെ, ഇനി ക്ഷയമാണ്. രോഗകാരി എന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നതാണ്. ക്ഷയം TB എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ട്യൂബർകുലോസിസ് ആണ്. ഓക്കെ, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മുഖ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ എന്നിവയാണ് മുഖ്യ ലക്ഷണങ്ങൾ. രോഗപകർച്ച എങ്ങനെയാണ്? രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കും. അങ്ങനെയാണ് രോഗപകർച്ച ഉണ്ടാകുന്നത്. രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? ക്ഷയം എന്നത് പ്രധാനമായിട്ടും ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുക. ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുക. എന്നാൽ വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയും ഈ രോഗം ബാധിക്കാറുണ്ട്. വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയെയും ക്ഷയരോഗം ബാധിക്കാറുണ്ട്. ചികിത്സ എന്താണ്? ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ക്ഷയരോഗത്തിനായിട്ടുള്ളത്. ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ. വാക്സിനോ? BCG വാക്സിനാണ്. BCG ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് BCG വാക്സിൻ. വൈറസ് എന്താണ്? വൈറസ് പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസ്. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിന്. സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിൽ ഇല്ല. സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിൽ ഇല്ല. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. ഓക്കെ, ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റു ജന്തുക്കളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസുകൾ ബാധിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറയാറില്ലേ വൈറസുകൾ എന്നത് ഡീകമ്പോസേഴ്സ് ആയിട്ടൊന്നും പോവാറില്ല, ജീവനുള്ളവയിലേ ഉണ്ടാവാറുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? ചോദ്യങ്ങളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. PSC നേരത്തെ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇതുകൊണ്ടാണ് കേട്ടോ. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. അതാണ് ഇതിന്റെ കാരണം. ഇനി എന്താണ് എയ്ഡ്സ്? ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ വൈറസ്, അതായത് HIV വൈറസ് പെരുകുന്നു. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നു. തന്മൂലം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളാണ് എയ്ഡ്സ് എന്ന അവസ്ഥയെ മാരകമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ട് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എയ്ഡ്സ് എന്താ നമ്മൾ കണ്ടു. അടുത്തത് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എന്താണ്? ഒരു കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എന്നത്. വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാവാറുണ്ട്. കരളിനുണ്ടാകുന്ന വീക്കമാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ പ്രവാഹം തടയപ്പെടുന്നത് വഴി പിത്തരസത്തിലെ ബിലിറൂബിൻ എന്ന വർണ്ണവസ്തുവിന്റെ അളവ് രക്തത്തിൽ കൂടും. ഇത് ശ്ലേഷ്മസ്തരത്തിലും കണ്ണിന്റെ വെള്ളയിലും നഖത്തിലും നൽകുന്ന കടും മഞ്ഞ നിറമാണ് രോഗത്തിന്റെ ബാഹ്യ ലക്ഷണം. മലിനമായ ആഹാരം, ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ രോഗം വ്യാപിക്കുന്നു. HIV പകരുന്ന അതേ സാഹചര്യത്തിലൂടെ ചിലയിനം ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളും പകരുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്താന്ന് കണ്ടല്ലോ, ഒരു കരൾ രോഗമാണ്. പ്രധാനമായിട്ടും വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാവുന്നുണ്ട്. കരളിന്റെ വീക്കമാണ് പ്രധാനപ്പെട്ട ലക്ഷണം. അടുത്തത് ഫംഗസ് രോഗങ്ങൾ. പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ. ഫംഗസുകൾ എന്താണ്? പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ. ചില ഫംഗസുകൾ രോഗകാരികളായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗത്തിന്റെ കാരണം. ഈ ചില ഫംഗസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ്, അതായത് വിഷവസ്തുക്കളാണ് രോഗത്തിന് കാരണം. ചില ഇനം ഫംഗസുകൾ ത്വക്കിലുണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിംഗ് വർം. ചില ഇനം ഇപ്പൊ ഫംഗസുകളാണ് എന്തിന് വട്ടച്ചൊറിക്ക് കാരണം. വട്ടച്ചൊറിക്ക് കാരണം എന്താണ്? ഫംഗസുകളാണ്. വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളായാണ് രോഗം പ്രത്യക്ഷമാകുന്നത്.
സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത്. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ പിക്ചറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ്സ് ഫൂട്ട് എന്നത്. അത്ലറ്റ്സ് ഫൂട്ടിന് കാരണം എന്താണ്? ഫംഗസുകളാണ്. വട്ടച്ചൊറിക്ക് കാരണം എന്താണ്? ഫംഗസുകളാണ്. ഓക്കെ. ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് മുഖ്യ രോഗലക്ഷണം എന്ന് പറയുന്നത്. അത്ലറ്റ്സ് ഫൂട്ടിന്റെ ലക്ഷണമാണ് പറഞ്ഞത്. മലിനജലവും മണ്ണുമായുള്ള സമ്പർക്കം വഴി കാൽവിരലുകൾക്കിടയിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കുന്നതാണ് ഇതിന്റെ കാരണം. ഓക്കെ. ഇനി പ്രോട്ടോസോവ രോഗങ്ങളാണ് നോക്കുന്നത്. ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. പ്രോട്ടോസോവകൾ ഏകകോശ യൂക്കാരിയോട്ടുകളാണ്. ഓക്കെ. നമ്മൾ നേരത്തെ എലിപ്പനിയുടെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ എന്താണെന്ന്? എലിപ്പനിയുടെ കാര്യത്തിൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ടീരിയ എന്നത് പ്രോകാരിയോട്ടാണ് എന്ന്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? പ്രോട്ടോസോവയുടെ കാര്യം. ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ എന്ന് പറഞ്ഞു. പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് മലമ്പനി എന്നത്. മലമ്പനിക്ക് കാരണം എന്താണ്? പ്രോട്ടോസോവയാണ്. ഓക്കെ. രോഗകാരി എന്താണ്? മലമ്പനിയുടെ രോഗകാരി പ്ലാസ്മോഡിയമാണ്. പ്ലാസ്മോഡിയം. അനോഫിലസ് പെൺകൊതുകുകളാണ് മലമ്പനി രോഗത്തിന്റെ വാഹകർ. മലമ്പനി രോഗത്തിന്റെ വാഹകർ ആരാണ്? അനോഫിലസ് പെൺകൊതുകുകളാണ്. ആതിഥേയ ജീവി മനുഷ്യനാണ്. അപ്പൊ രോഗകാരി പ്ലാസ്മോഡിയം, വാഹകർ അനോഫിലസ് പെൺകൊതുകുകളുമാണ്. വിറയലോടുകൂടിയ പനി, അമിത വിയർപ്പ് എന്നിവയാണ് മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ. അനുബന്ധമായി തലവേദന, ഛർദി, വയറിളക്കം, വിളർച്ച എന്നിവയും ഉണ്ടാകും. അപ്പൊ അതാണ് മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ. അടുത്തത് വിരകളും രോഗകാരികളും. ഫൈലേറിയൽ വിരകൾ ഉണ്ടാക്കുന്ന മന്ത് രോഗം ക്യൂലെക്സ് കൊതുകുകളിലൂടെയാണ് പകരുന്നത്. അപ്പോൾ ഫൈലേറിയൽ വിരകളാണ് മന്ത് രോഗത്തിന് കാരണം. എന്തുവഴിയാണ് പകരുന്നത്? ക്യൂലെക്സ് കൊതുകുകളിലൂടെയാണ് പകരുന്നത്. ഫൈലേറിയൽ വിരകൾ, മന്ത് രോഗം, ക്യൂലെക്സ് കൊതുകുകൾ. ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിന്റെ പ്രവാഹം തടസ്സപ്പെടുന്നു. ഇതുമൂലം ലിംഫുവാഹികൾ വീങ്ങുന്നു. അങ്ങനെയാണ് മന്ദരോഗം ഉണ്ടാകുന്നത്. ഓക്കെ. ഫൈലേറിയൽ വിരകൾ ഉണ്ടാക്കുന്ന മന്ദരോഗം ക്യൂലെക്സ് കൊതുകുകളിലൂടെയാണ് പകരുന്നത്. ലിംഫുവാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിലൂടെ ലിംഫിന്റെ പ്രവാഹം തടയപ്പെടുന്നു. ഇതുമൂലം ലിംഫുവാഹികൾ വീങ്ങുന്നു. ഓക്കെ. അടുത്തത് തൊഴിൽജന്യ രോഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് തൊഴിൽജന്യ രോഗങ്ങൾ. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ന്യൂമോകോണിയോസിസ്, സ്വർണം, ടിന്ന്, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും ക്വാറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കുമുണ്ടാകുന്ന സിലിക്കോസിസ്, ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ആസ്ബറ്റോസിസ് തുടങ്ങിയവ തൊഴിൽജന്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. തൊഴിൽജന്യ രോഗങ്ങൾ തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് തൊഴിൽജന്യ രോഗങ്ങൾ. ഓക്കെ. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ന്യൂമോകോണിയോസിസ് കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ്. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ്. സ്വർണം, ടിന്ന്, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും ക്വാറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് എന്നത്. സിലിക്കോസിസ്. ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ആസ്ബറ്റോസിസ് തുടങ്ങിയവ തൊഴിൽജന്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ്. അതുപോലെ ഖനികളിലെ ക്വാറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് തുടങ്ങിയ ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് എന്നത്. ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ആസ്ബറ്റോസിസ് എന്നത്. ഇവയൊക്കെ തന്നെ തൊഴിൽജന്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ. അപ്പോൾ രോഗങ്ങളുടെ പേരൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. ജനിതക രോഗങ്ങൾ നോക്കാം. കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം. കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയവ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ജനിതക രോഗങ്ങൾ ഏതൊക്കെ എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും തന്നെയായിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിട്ടുള്ളതും. അപ്പോൾ നമുക്ക് ഹീമോഫീലിയ എന്താന്ന് നോക്കാം.
രക്തം കട്ട പിടിക്കുന്നത് പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്തോടെയാണ്. അപ്പൊ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്, അറിഞ്ഞിരിക്കുക. നമുക്ക് നോക്കാം. ഹീമോഫീലിയ. ചെറിയ മുറിവിൽ നിന്നു പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ചെറിയ മുറിവിൽ നിന്നു പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥ എന്താണ്? ഹീമോഫീലിയാണ്. ഇതൊരു ജനിതക രോഗമായതിനാൽ പരിപൂർണ ചികിത്സ നിലവിലില്ല. ഉൽപാദനം തകരാറിലാക്കിയ പ്രോട്ടീൻ ഏതെന്ന് കണ്ടെത്തി അത് കുത്തിവെച്ചാണ് രോഗത്തിന് താൽക്കാലിക ശമനമുണ്ടാക്കുന്നത്. ഓക്കെ, ജനിതക രോഗമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം. ജീനുകളിലെ വൈകല്യം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലും വൈകല്യം വരുത്താം. താൽക്കാലികമായി ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാവുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുന്നത്. അപ്പം പിക്ചറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. അരുണ രക്താണുക്കളിലെ ഹീമോഗ്ലോബിന്റെ ഘടനയിൽ വ്യത്യാസം വരുന്നു. അപ്പൊ ഇത്തരത്തിൽ സർക്കിൾ ആയിട്ടുണ്ടായിരുന്നത് അരിവാൾ പോലെ വളഞ്ഞു നിൽക്കുന്നു. അതാണ് അരുണ രക്താണുക്കൾ അരിവാൾ പോലെ വളയുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അരുണ രക്താണുക്കളുടെ ഓക്സിജൻ വാഹക ശേഷി കുറയുന്നു. അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. അപ്പൊ ഇതാണ് സിക്കിൾ സെൽ അനീമിയ എന്നത്. അപ്പൊ 2 ജനിതക രോഗങ്ങൾ കണ്ടു. അടുത്തത് ക്യാൻസർ ആണ്. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ എന്നത്. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടെയാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായിട്ട് മാറുന്നത്. പരിസ്ഥിതി ഘടകങ്ങൾ, പുകവലി, വികിരണം, വൈറസ്, പാരമ്പര്യ ഘടകങ്ങൾ തുടങ്ങിയവ ഇതിന് കാരണമാകാം. രക്തം, ലിംഫ് എന്നീ ശരീരദ്രവങ്ങളിലൂടെ ക്യാൻസർ കോശങ്ങൾ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് രോഗാവസ്ഥ സങ്കീർണമാവുകയും ചെയ്യാം. അപ്പൊ ക്യാൻസറിനെ കുറിച്ച് കണ്ടു. ഇനി ജീവിതശൈലി രോഗങ്ങളാണ്. അനാരോഗ്യകരമായ ജീവിത രീതി ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. ഭക്ഷണശീലത്തിൽ വരുന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ, മാനസിക സംഘർഷം, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് ഉപയോഗം എന്നിവയെല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അനാരോഗ്യകരമായ ജീവിത രീതി ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ ചുവടെ തന്നിട്ടുള്ളവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നും ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം എന്താണ് എന്നും PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ, മാനസിക സംഘർഷം, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് ഉപയോഗം ഇവയെല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാണ്. നോക്കാം കുറച്ച് രോഗങ്ങളും അവയുടെ കാരണങ്ങളും. പ്രമേഹം. എന്താണ് പ്രമേഹത്തിന്റെ കാരണം? ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ ആണ് പ്രമേഹ രോഗത്തിന്റെ കാരണം. ഫാറ്റി ലിവർ. കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടാൻ ഇടയാകുന്നതാണ് ഫാറ്റി ലിവറിന് കാരണം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് ഇതാണ് പക്ഷാഘാതത്തിന് കാരണം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദത്തിന് കാരണം. കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദത്തിന്റെ കാരണം. ഹൃദയാഘാതത്തിന്റെ കാരണം എന്താണ്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നത് കൊറോണറി ധമനികളാണ്. അതിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് ഹൃദയാഘാതത്തിന്റെ കാരണം. ഓക്കെ, അപ്പൊ രോഗങ്ങളും കാരണങ്ങളും നമ്മൾ കണ്ടു. പ്രമേഹം ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ ആണ്. ഫാറ്റി ലിവർ കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടാൻ ഇടയാകുന്നത്. പക്ഷാഘാതം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. അമിത രക്തസമ്മർദ്ദം കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത്. ഹൃദയാഘാതം ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ഇനി പുകവലി മൂലമുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, പിക്ചറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തലച്ചോറിനെ ബാധിക്കുന്നതാണ് പക്ഷാഘാതം, നിക്കോട്ടിനോട് വിധേയത്വം എന്നിവ. പുകവലി മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. പക്ഷാഘാതം ഉണ്ടാകും, അതുപോലെ
നിക്കോട്ടിനോട് വിധേയത്വം തോന്നും. ശ്വാസകോശ സംബന്ധമായിട്ട് ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ എന്നിവ ഉണ്ടാകുന്നു. ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ. ഹൃദയ സംബന്ധമായി ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകുന്നു. ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നു. പ്രവർത്തനക്ഷമത കുറയുകയും ചെയ്യുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയൽ എന്നിവ ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പുകവലി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തത് ജന്തുരോഗങ്ങളും സസ്യരോഗങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവയുടെ രോഗകാരി എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കിയിരിക്കാം. ജന്തുരോഗങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. രോഗങ്ങൾ ആന്ത്രാക്സ്, അകിടുവീക്കം എന്നീ രോഗങ്ങൾ ബാക്ടീരിയ വഴിയാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയ ആണ് അതിന്റെ രോഗകാരി. ആന്ത്രാക്സ്, അകിടുവീക്കം എന്നിവയുടെ രോഗകാരി ബാക്ടീരിയയാണ്. കുളമ്പ് രോഗത്തിന്റെ രോഗകാരി വൈറസ് ആണ്. കുളമ്പ് രോഗം വൈറസ് ആണ്. ആന്ത്രാക്സ്, അകിടുവീക്കം ബാക്ടീരിയ, കുളമ്പ് രോഗം വൈറസ്. ഇനി സസ്യരോഗങ്ങൾ. ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന സസ്യരോഗമാണ് നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം. നെൽച്ചെടിയിൽ ഉണ്ടാകുന്ന, അപ്പോൾ ബ്ലൈറ്റ് രോഗം ഏത് ചെടിയിലാണ്? നെൽച്ചെടിയിലാണ്. നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം. വഴുതനയിലെ വാട്ടരോഗം എന്നിവയ്ക്കും കാരണം ബാക്ടീരിയയാണ്. വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ പയറ്, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം. പയറ്, മരച്ചീനി എന്നിവയ്ക്കുണ്ടാവുന്ന മൊസൈക്ക് രോഗത്തിന് കാരണം വൈറസ് ആണ്. വാഴയിലെ കുറുനാമ്പ് രോഗത്തിന് കാരണവും വൈറസ് ആണ്. ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം എന്താണ്? കുരുമുളകിന്റെ ദ്രുതവാട്ടമാണ്. കുരുമുളകിന്റെ ദ്രുതവാട്ടത്തിന് കാരണം ഫംഗസ് ആണ്. തെങ്ങിന്റെ കൂമ്പു ചീയലിന് കാരണവും ഫംഗസ് ആണ്. കുരുമുളകിന്റെ ദ്രുതവാട്ടം, തെങ്ങിന്റെ കൂമ്പു ചീയൽ എന്നിവയ്ക്ക് കാരണം ഫംഗസ് ആണ്. അപ്പോൾ ബാക്ടീരിയ പരത്തുന്ന രോഗം ഏതാണ്? സസ്യങ്ങളിൽ നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം. വൈറസ് മൂലമുണ്ടാകുന്നത് പയർ, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പ് രോഗം. ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗമാണ് കുരുമുളകിന്റെ ദ്രുതവാട്ടം, തെങ്ങിന്റെ കൂമ്പ് ചീയൽ എന്നിവ. അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്ന ഒരു പാഠഭാഗമാണ്. കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.